കേളപ്പെട്ട തെങ്ങിന്റെ കൊരലെടുത്ത് പഴച്ചാറ് ചേർത്ത് വാറ്റി ഒഴുക്ക വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചെടുത്ത അമൃത്. അവിടെ നിന്ന് പ്രസംഗിക്കാണ്ട് കേറി വാടാ. കേളപ്പെട്ട ആക്രാന്തം പാടില്ല, അമൃതാണ്. അറിയാലോ അമൃതിന്റെ വിശേഷം. കുറച്ചേ കുടിക്കാവൂ, അധികമായാൽ അമൃതാണ് ഏറ്റവും കൂടിയ വിഷം. അമൃത് അടിച്ച് ഫിറ്റായിട്ട് ചാവണി അങ്ങോട്ട് ചാവട്ട. ഒന്നില്ലെങ്കിൽ പറയാനൊരു അന്തസ്സില്ലേ. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട? അശരീരി കേട്ടോ? ഞാൻ കേട്ടില്ലോ. അയ്യേ, അശരീരിയല്ല, നമ്മുടെ വാസുകുട്ടന കേളപ്പെട്ട. എന്താടാ കവലയിലെ കുട്ടിച്ചിറ പപ്പൻ ഇറങ്ങിയിട്ടുണ്ട്. വേലാചാരിയും തെരഞ്ഞ് കോഴിക്കോടങ്ങാടിന്ന് വന്നതാ. ആളെങ്ങനെ? സൈസ് ഒന്നും കുഴപ്പമില്ല. ഒരു 6 അടി 3 ഇഞ്ച് ഉയരും, ഒരു 105 കിലോ വരും. എന്നാ അവിടെ നിൽക്കാൻ പറ, ഞാനിതാ വരുന്നു. ഞാനില്ല, പേരൊക്കെ കേമായിരിക്കും. ശരി നോക്കുമ്പോ വല്ല ഊച്ചാളി ആയിരിക്കും. ഊച്ചാളി എങ്കിൽ ഊച്ചാളി. ഒരു പണി ഇല്ലാണ്ട് ഇങ്ങനെ വെള്ളം അടിച്ച് നടന്നാലേ നമ്മള് മടി പിടിച്ച് മരിക്കലേ ഉണ്ടാവും. ഇത് നമ്മുടെ കയ്യിലുള്ള സാധനമല്ലേ, പോണ വഴിക്കും കുടിക്കാലോ. കുറ്റിച്ചിറ പപ്പൻ ആരെയും കാത്തു നിൽക്കില്ല. നിന്ന് മണ്ടാലേ അങ്ങ് പൊയ്ക്കളയും. വാ, അകന്ന് നിൽക്കൂ, അകന്ന് നിൽക്കൂ. ബഹളം ഉണ്ടാക്കാതെ അകന്ന് നിൽക്കാനല്ലേ പറഞ്ഞത്. മുള്ളം കൊല്ലി ചിറ്റിപ്പൺ പ്രൊപ്പറേറ്റർ മെമ്പർ കുറുപ്പ്, അതും ഞാൻ തന്നെ. പണ്ടം പണയം പണം കടം. വേണേ അകത്തോട്ട് കയറിയിരിക്കാം. അല്ല വേണ്ട, അവൻ വരും, ഇറങ്ങി വരാൻ സമയമെടുക്കും. ഒന്ന് ഇരുത്താൻ. അശോക, ഒന്ന് എഴുന്നേറ്റ് ആ സ്റ്റൂൾ എടുക്കട്ടെ. അടി തുടങ്ങുമ്പോ ഞാൻ ഈ ബ്ലൗസും തുന്നി തീർക്കട്ടെ. അച്ഛക്ക് പേറ്റവും എടുക്കുമ്പോഴാണ് അവിടെ തന്നെ ഒരു ബ്ലൗസ് തുന്നല്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇരുന്നാട്ടെ. അടിക്കുമ്പി ആശാന് പച്ചമുട്ടയെ കട്ടിച്ചെഞ്ഞായും കഴിക്കുന്ന പതിവുണ്ടോ? ഈ കുറുപ്പ് ഇതിനെയൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കുന്നു? ഇത് കുറുപ്പ് കൊണ്ടോന്നല്ലാന്ന്. ആ മഞ്ഞ ഷർട്ട് ഇട്ടോനെ വേല ഇതൻ 2 ദിവസം മുമ്പ് കള്ള് ഷാപ്പിട്ട് അടിച്ചു. അത് ചോദിക്കാൻ വേണ്ടി വന്ന. കണ്ടിട്ട് ആള് മോശക്കാരനൊന്നും അല്ല. ഇയാൾ തല്ലി വീഴ്ത്തുവോ? ഓ, ചിലപ്പോ നല്ലൊരു അടി കാണാം, അത്ര തന്നെ. മെമ്പറെ, പഴത്തിന്റെ കാശ് തന്നിട്ട് പോണം. എടോ, ഈ പഴം ചെല്ലുന്നത് പൊതുവായ ഒരു ആവശ്യത്തിലേക്കാണ്. വെല്ലില്ല, ബ്രേക്കില്ല, മാറിക്കോ, ഞാനാണ് വേലായുധൻ. ആർക്കാണ് പരാതി? എന്താണ് പരാതി? നീയായിരുന്നോ? ഇതാരാ? നിന്റെ ആശാനാ? ഓ, ഭയങ്കര നോട്ടം. കേളപ്പേട്ട, ആളെ മാറ്റിക്കോ. ആ നോട്ടം കണ്ടാൽ അറിയാം ആശാന് പോയിട്ട് ധൃതി ഉണ്ടെന്ന്. അടി കൊണ്ടാ പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. അപ്പൊ തുടങ്ങാം അല്ലേ? പിന്നെ ഹര ഹരോ ഹര.
ഇരിക്കാശാനെ ഇരിക്കെ ഇരിക്കേ. ഇരിക്കെ എവിടെ വാസുകുട്ടാ ആ സോഡ റെഡി. മാറിക്കും മാഷേ. കുടിക്കണ്ട, ഇതിന് കാശ് വേണ്ട. വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട്. അതായത് അതെ, കള്ളു കുടിച്ച് ഷാപ്പിൽ കിടന്ന് പാട്ട് പാടിയതിനാ ഞാൻ ഇവനെ തല്ലിയത്. എടാ പാടുற ആശാനൊന്ന് കേക്കട്ടെ. പാടാ. അടി. ഇതിനെവനെ അടിച്ചാ മതിയോ? ആശാൻ തന്നെ പറ. യേശുദാസും ജയചന്ദ്രനും ഒക്കെ നല്ല നല്ല പാട്ടുകൾ പാടിയത് നമുക്ക് കേട്ട് രസിക്കാനാ, അല്ലാതെ പാടി വഷളാക്കാനല്ല. മുള്ളംകൊല്ലിയിൽ വേലായുധന് ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ഇവിടെ ഉള്ളവരായാലും ശരി, പുറത്തുനിന്നുള്ളവരായാലും കൊള്ളാം. ചട്ടം ചട്ടമാണ്. അത് പാലിക്കാൻ തയ്യാറല്ലാത്തവർ വേലായുധനെ തല്ലിത്തോപ്പിക്കണം. അതാ മുള്ളംകൊല്ലിയിലെ നിയമം. അച്ചടക്കമുള്ള കള്ളുഷാപ്പാണ് ഒരു നല്ല നാടിന്റെ മുഖലക്ഷണം. ആ അതുകൊണ്ട് ആശാൻ നന്നായി പൊരുതി. ആശാന് വേണ്ടി എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്യടാ. ക്ലാപ്പ്. ആ എല്ലാരും ശരി, എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്യടാ. കൈ അടിക്കണം. ആ മോളുടെ കുട്ടിക്ക് എങ്ങനെയുണ്ട് ചെറുത കുട്ടിയെ? ഓ കുറവൊന്നുമില്ല ചെറിയമ്പ്യാരെ. എന്തെന്നാലും അപ്പ ഛർദിക്കും. ഛർദി നിൽക്കുന്നില്ലേ നോക്കണം. ആ. അക്കരക്ക് അങ്ങാടിയിൽ മത്തായി ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്ക്. പൈസ വേണേ 50 റുപ്യ വേറെ മേടിച്ചോ. നീലാണ്ടനോട് ഞാൻ പറഞ്ഞോളാം. എന്തായി നീലാണ്ട, നാളികേരം മുഴുവൻ കൊണ്ടുപോയോ? ഇനിയിപ്പോ ഒരു ലോഡിനോടുണ്ടാവും. കോയോട്ടി എന്ത് പറയുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തേന്നും 600 ചില്ലാനും തേങ്ങ കുറവാ. അത് നോട്ടക്കുറവിന്റെ അന്ന് കോയോട്ടി പറയും. അതല്ലേ പിന്നെ ആരോ കാര്യമായിട്ട് കക്കുന്നുണ്ട്. ആ കൃഷി ലാഭമായിട്ടൊന്നുമല്ല, ജോലിക്കാർക്ക് കൂലി കിട്ടും. പിന്നെ ഒരു സൽക്കർമ്മമാണല്ലോ എന്ന് കരുതി മുടക്കാറില്ല എന്ന് മാത്രം. വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ, ഇനിയിപ്പോ ആവശ്യമുള്ളവരൊക്കെ നോക്കി നടത്തിക്കോട്ടെ. മരുമോൻ നമ്പ്യാരെ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമാ. ഇവിടുത്തെ ചെറിയമ്പ്യാരായിട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. അതൊക്കെ തന്നെ ഒരു വലിയ ഭാഗ്യ. ആ കൂടുതലൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ നല്ലത്. എന്നാ നിരാശപ്പെടേണ്ടി വരില്ല. നീ കുറച്ച് നാളികേരം ചരിവെടുത്തേ. പണിക്കാരിപ്പോ വിളി തുടങ്ങും. നെല്ലിന്റെ പണി തീരുന്നവരെ അടുക്കള പണിക്ക് വേണമെങ്കിൽ ഗീത വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ അടുക്കളയ്ക്കല്ല ആള് വേണ്ട. തൊഴുത്തിലെ പൈക്കള കാര്യ കഷ്ടം. ആ നാരായണൻ നായരോട് വരാൻ പറഞ്ഞിട്ട് ഈ വഴിക്കയാള് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓ എന്താച്ചാ? ഇതാ എടുത്തു വെച്ചേക്ക്. നാളികേരത്തിന്റെ കാശ ഇക്കുറി 10-600 കുറവുണ്ടെന്നാ കോയോട്ടി പറഞ്ഞത്. ആ ഗോപിയോട് പറഞ്ഞേക്ക് കാശിന്റെ വല്ല ആവശ്യമുണ്ടെങ്കില് കണക്കി കാണിച്ചിട്ട് എത്രയാന്ന് വെച്ചാ എടുത്തോളാൻ. അവനവന്റെ മുതലല്ലേ, എന്തിനാ വെറുതെ. മുളക് പോട്ടെ പോട്ടെ നോക്കുന്നൂർ അവൻ തലേ കയറി കളിക്കുക. ആ വേലായുധൻ ഇപ്പൊ മോഷണവും തുടങ്ങിയിട്ടുണ്ട്. 10-600 നാളികേരോ കൊണ്ടുപോയത്. കുറിപ്പ് ചോദിക്കാൻ ചെന്നപ്പോ പറയാം ഞാൻ അവനെ തല്ലി തോപ്പിക്കണം, അല്ലെ ഇനിയും കക്കൂന്ന്. കഴിഞ്ഞ കുറി ഇഞ്ചിയായിരുന്നു. ഒരു കണ്ടത്തിലെ ഇഞ്ചി എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ കണക്കിന് 8,000 രൂപയും ചില്ലറയോ വില. കുറിപ്പെപ്പോഴാ ഇഞ്ചിയുടെ വില തിരക്കാൻ പോയേ? അല്ല, ഒരു ജനപ്രതിനിധി ആവുമ്പോ ഇഞ്ചിയുടെ വിലയൊക്കെ അറിയണമല്ലോ. ആ നീ ചോറായെങ്കിൽ എടുത്തു വെക്ക്. ഇന്ന് കൂപ്പിൽ പണിക്കാർ ജാസ്തിയുള്ള ദിവസാ. തോണി പോവില്ലേ, കുഞ്ഞാമ്പ് വരുന്നുണ്ട്, കുഞ്ഞാമ്പ് വരുന്നുണ്ട്. മക്കളെ ഒന്ന് ഒതുങ്ങിക്കേ. കുഞ്ഞാമുക്കൈ മീൻകൊട്ട നിറച്ചോട്ടെ. ഇരേ ഒന്ന് താങ്ങിക്കേ. കുന്നുമ്പോ ശാന്തി ഉണ്ടോ? ശാന്തി ഇപ്പൊ അക്കരക്ക് അങ്ങാടിക്കൊക്കെ വരത്തുണ്ട. മീൻ ലേശം ചീഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞാമ്പ്. അയില ആവുമ്പോ ലേശം ചീഞ്ഞാല അതിന്റെ ടേസ്റ്റ് ഇല്ല ശാന്തേ? അല്ല, വേലായുധ മൂപ്പർ ഇപ്പോഴും ശാന്തർ അവിടെ തന്നെ കിടപ്പ്. മുള്ളംകൊല്ലിയിൽ ഉശിരല്ല ആണുങ്ങൾ വേറെയും ഉണ്ട്. ആരാ നീയാ മുള്ളംകൊല്ലിയിൽ ഉച്ചിരുള്ള ആണ്? അയ്യടാ, ഈ മസിലും പെരുപ്പിച്ച് വഷളത്തം വിളമ്പാന്നല്ലാണ്ട് വേലായുധന്റെ നേരിൽ കണ്ട മുക്കറയിലൂടെ പോത്തെ നീയൊക്കെ. എടി അവന്റെ കൂടെ കിടക്കുന്നതിന്റെ മൂച്ച് കീരി അവനോട് എടുത്തോണ്ടല്ലോ. എടുത്താ നീ എന്തുണ്ടാക്കാനാടാ? മുള്ളംകൊല്ലി ചങ്കച്ചോരുള്ള ആണുങ്ങളുണ്ടേ വന്നോ? അതെ, ഒന്ന് നിർത്തണ്ട നിങ്ങള്. ഭാര്യ ആളുകളുടെ തോണിയില്. നീ പോയിട്ടെന്തായി? വില്ലേജ് ഓഫീസർ ഇല്ല, മറ്റന്നാ ചെല്ലാൻ പറഞ്ഞു.
അല്ല ഈ ഇപ്പൊ പണ്ടത്തെ 4ാം ക്ലാസ്സിലെ ബെഞ്ചിമ കുത്തിരുന്ന് എന്നെ പ്രേമിക്കാനല്ലേ? ഏതോ ജാനകിക്ക് ഇപ്പൊ 4 പഠിക്കുന്ന കുട്ടിയായി. വെറുതെ ആണ് നാട്ടുകാർ പറയണേ. അനക്ക് നല്ലോം പോലെ ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിച്ചൂടെ? അതിന് വേലായുധൻ ആര് പെണ്ണ് തരാൻ പതുക്ക? ഈ പൊന്നാണി പോയി മുട്ട അടിച്ച് തൊപ്പിട്ട് വാ. അനക്ക് പെണ്ണ് എത്ര വേണം? ഞമ്മള് തരാം. കുഞ്ഞാവ് എത്തിപ്പോയി. വന്നോളി എന്താ നല്ല പെട്ടക്കണ സൈസ് ആയില്ലേ? വേണ്ടോര് വാങ്ങിയാ മതി. കുറച്ച് മാം. ഇത് മതിയോ? അതെന്താ കഥ? ഉണ്ണിയാര് സ്വന്തം കയ്യിലവാക്കിട്ട് പീടിയേക്ക് ബോർഡ് വെക്കേ? 250 റുപ്യ ചൊള പോലെ എണ്ണി കൊടുത്തത്. ആ അതിനെന്താ എഴുത്തൊക്കെ അതിന് മാത്രം ജോറായിട്ട് കൂട്ടിക്കോളി. അല്ല അതിന്റെ താഴത്തെന്താ തമിഴ? ഏതായാലും ചെലവാക്കുമ്പോ അതിന്റെ ഒരു കുറവ് വേണ്ടാന്ന് കൂട്ടി. അതെ, തമിഴന്മാർക്കൂടി തോന്നിക്കൊടുന്ന അവരുടെ സ്വന്തം സ്ഥലമാണ്. ഏത് കൂപ്പിൽ പണിക്ക് വരുന്ന ഹറാം പറഞ്ഞ ജാതികൾക്കാണ് സ്വന്തം സ്ഥലമാണെന്ന് തോന്നിക്കേണ്ടത്? തമിഴ്നാട്ടിൽ അലമ്പുണ്ടാക്കിയിട്ട് അവരവിടുന്ന് അടിച്ചോടിച്ചതായി ഇവറ്റകളെയൊക്കെ. ഈ ബോർഡൊന്നും ഇവിടെ വെക്കണ്ട. സതീശ, നീ ആ കോണിമെന്ന് ഇറങ്ങിക്കോ. പോരുമ്പോ ആ ബോർഡും കൂടെ എടുത്തോ. ഞാൻ 10-250 റുപ്യ ചെലവാക്കിയതാ. ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ ഉണ്ണിയാരും ഇങ്ങനെ ആവശ്യമില്ലാത്ത പാഴ്ചെലവ്? ഇവിടെ ഇപ്പൊ എന്താ ഇതിന്റെ ആവശ്യം? അത് പറ. വേറെ ഹോട്ടലൊന്നും ഇല്ലല്ലോ ഇവിടെ മത്സരിക്കാൻ. ബോർഡൊന്നും വേണ്ട, തമിഴ് ബോർഡ് എന്തായാലും വേണ്ട. വേണ്ട 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 വേണ്ട. ഒന്ന് വന്നേ. അല്ല വരായതാ ഈ കാണിക്കണത് മഹാപൂകരിത്തരൽ. അയാൾ ആ ബോർഡ് അവിടെ വെച്ചാ നടക്കണ്ട. എന്താ മീന്? അത് നല്ല പടക്കണ ജാതി ആയില്ലേ? ഇത് പറ. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഇത് നോക്കട്ടെ. ഇതാണോ പിടയ്ക്കണ സൈസ് ആയില്ല? ഒന്ന് പിടപ്പിച്ച് കാണിക്ക്. അല്ല അതിപ്പോ ലേശൊരു വാട്ടുണ്ട്. പുറം കളിയിൽ നിന്ന് പിടിക്കണതല്ലേ, കരക്കെത്തണ്ടേ? ചീഞ്ഞ മീനും കൊണ്ട് പുഴ കടന്ന് ഇക്കരെ വരണ്ടാന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടോ? ആ അതുണ്ട്. ആ എന്നാ ഈ മീനെ ഇവിടെ വിൽക്കണ്ട. അയ്യോ വേലായുധ കുഞ്ഞമ്മക്കാന്റെ വയറ്റത്തടിക്കില്ലേ? വയറ്റത്തല്ല, തലമണ്ട പൊട്ടിക്കേണ്ട പണിയായത്. വേണോ? മോനെ വേലായുധനൊക്കെ അങ്ങോട്ടോക്ക്. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിള്ളേർക്ക് തൂറിലും ഛർദി ഒഴിഞ്ഞ് നേരമില്ല. ഇനി അമോണിയം ഇട്ട മീൻ കൂടെ തിന്നാ റെഡിയായി. അടി പിന്നാലെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല കുഞ്ഞാമു. വടി കുത്തി വെച്ച ഉത്തരവ് ആയി കഴിഞ്ഞു. പിന്നെ മാറ്റമില്ല.